സ്ഥലം വിലനെ അറിയിക്കാന്നുള്ളൊരു പ്രോട്ടോകോൾ നടപടി ഞാൻ സ്വീകരിച്ചു. പറയാമെന്ന് പറഞ്ഞു. വേറെ മറുപടി ഉദ്ഘാടനം അറിയിച്ചു. ബസ് വരുന്നുണ്ടെന്ന് അറിയിച്ചിട്ടേ ഉള്ളൂ. ഉദ്ഘാടനം ക്ഷണിച്ചിട്ടില്ല. അറിയിച്ചു. ബസ് വന്നിട്ടുണ്ട്. ബസ് അറിയിക്കേണ്ട പോലെ ഇല്ല. രാത്രി അറിഞ്ഞു. അല്ല, 8:30 അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞില്ല. ആദ്യഘട്ടത്തിൽ ഫ്ലാഗ് ഓഫ് ആര് ചെയ്യാനായിരുന്നു തീരുമാനിച്ചത്? ആരുണ്ട്. ഫ്ലാഗ് ഓഫ് എന്ന കാര്യം ഉണ്ടായിരുന്നു ഇല്ല. പിന്നീട് പെട്ടെന്ന് ഈ ഫ്ലാഗ് ഓഫ് ഉണ്ടായത് സ്ഥലം വിലനെ ബഹുമാനപ്പെട്ട സ്ഥലം വിലനെ അറിയിച്ചു. തിരിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. അറിയിക്കാന്നും പറഞ്ഞു. അല്ല, ഇങ്ങനെ ബസ് വന്നിട്ടുണ്ട്. ഇത് റീപ്ലേസ്മെന്റ് ആണ്. ഇത് ഡിഗ്നക്സിനെ മാറ്റി പുതിയ ബസ്സുകൾ അറിയിക്കാൻ ഡയറക്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്ലാഗ് ഓഫ് നടന്നത് DTO ഉൾപ്പെടെ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ. അത് ആ ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തിയിട്ടുണ്ടാവുക? അതായത് ഇപ്പൊ നമ്മള് ലിങ്ക് ബസ് വന്നപ്പോഴും അറിയിച്ചു, വന്നില്ല. ബഹുമാനപ്പെട്ട MP വന്നപ്പോൾ ലിങ്ക് ബസ് ഉദ്ഘാടനം ചെയ്തു, അത് പോയി. അതുപോലെയുള്ളൊരു ഇതിപ്പോ ഞാൻ നിലമ്പൂരിൽ വന്നത്. ഇപ്പൊ ഞാൻ വന്നിട്ട് 10 ദിവസമായിട്ടുള്ളൂ. നിലമ്പൂർ ബഹുമാനപ്പെട്ട MLA വന്ന് ബസ് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഉദ്ഘാടനം എന്ന് പറയുന്നുണ്ടായിരുന്നില്ല. പുള്ളി വന്നു, വന്നപ്പോൾ ഫ്ലാഗ് ഓഫ് നടന്നു. അതിവിടെ ഫിക്സഡ് ഒന്നുണ്ട് ഒരു റൂമിലുണ്ട്. അല്ല, സാറ് വരുന്നുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം വിളിച്ചപ്പോ പറഞ്ഞു ഞാൻ അമൃതയില് പോവുകയാണ്. അത് വെറുതെ വെറുതെ പറഞ്ഞു. എങ്ങനെ അങ്ങനെ ഇപ്പൊ ഉണ്ടായി തീരും അങ്ങനെയൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ശനിയാഴ്ച 4 മണിക്ക് പോയി. അതായത് ആ ഫ്ലാഗ് ഓഫ് എന്ന് പറഞ്ഞ ചടങ്ങേ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, അത് നടന്നല്ലോ. അല്ല, MLA അറിയിച്ചിട്ടുണ്ടല്ലോ. ഞാൻ തലേദിവസം MLA വന്നപ്പോ ഒരു ഫ്ലാഗ് ഓഫ് നടത്തി. അങ്ങനെയാണോ? 8:30 അറിയിച്ചിട്ടുണ്ട്. ഞാൻ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നും തന്നില്ല. അറിയിക്കാന്ന് പറഞ്ഞു. ഞാൻ വരാന്ന് പറഞ്ഞു. വിളിച്ചോ അറിയിച്ചപ്പോ ചെറിയ ബുദ്ധിമുട്ട്. നിങ്ങൾ എന്താണ് അറിയിച്ചത്? ഇങ്ങനെ ഫ്ലാഗ് ഓഫ് കർമ്മത്തിന് വരണം. അല്ല, ഇപ്പൊ പുതിയ ബസ് വന്നിട്ട് ഞായറാഴ്ച രാത്രി പോയി. ഓൺലൈനിൽ ഇട്ടതല്ലേ ഇത്? ഞാൻ മാത്രല്ല, ലോകം മുഴുവൻ ഈ വണ്ടി ഓൺലൈനിൽ എടുക്കല്ലേ. 8:30 MLA വരുന്നു എന്ന് അറിയിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പോ ഈ യൂണിയൻ നേതാക്കളൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ എങ്ങനെ അറിയിച്ചിരുന്നു? യൂണിയൻ നേതാക്കളെങ്കിലും അറിയിച്ചിരുന്നോ? ഇല്ല, ഞാൻ പിന്നെ ഡിപ്പോ എഞ്ചിനീയറോട് പറഞ്ഞു സാറ് വരുന്നുണ്ട്, അവിടെ ഉണ്ടാവുന്നത്. അതിനുള്ള സമയം കിട്ടിയില്ല. ഇത് ഉദ്ഘാടനം ഇല്ലല്ലോ, അറിയിച്ചിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, സാറ് അറിയിച്ചിട്ടുള്ളൂ. അപ്പൊ സാറ് പറഞ്ഞു എനിക്ക് തിരുവനന്തപുരം പോകണം. കൗൺസിലർ പോലും അറിയിച്ചില്ല എന്നുള്ള പരാതി വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട് അറിയിക്കാതിരുന്നത്? പിന്നെ അറിയിച്ചപ്പോ ഞാൻ ചോദിച്ചത് ശനിയാഴ്ച അറിയിക്കാതെ. ശനിയാഴ്ച MLA അറിയിക്കുമ്പോ ഇവരൊക്കെ അറിയിക്കേണ്ടതായിരുന്നില്ലേ? അറിയിച്ചില്ല. വീഴ്ചയാണല്ലോ. പ്രോഗ്രാം വെച്ചിട്ടില്ലല്ലോ. ഈ ബസ് വരുന്നത് MP അറിയിച്ചിരുന്നോ? മുനിസിപ്പൽ ചെയർമാനോ അങ്ങനെ അവരെ ജനപ്രതിനിധി അറിയിച്ചിരുന്നോ ഈ ബസിന്റെ കാര്യം? ഈ ബസ്സല്ല, എല്ലാ ബസ്സും എല്ലാവരും അറിയിക്കാറുണ്ട്. ഈ ബസ്സിന്റെ MLA മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. വന്നു അറിയിച്ചു, അതിൻ്റെ ഉള്ളൂ. ഇനി അടുത്ത ആഴ്ചയും ഒരു ബസ് ഇന്നലെ വന്നിട്ടുണ്ട്. ഗൂഡല്ലൂർക്ക് പുതിയ, അത് അടുത്ത ആഴ്ച. അല്ല, ഞങ്ങൾ ചോദിക്കുന്നത് MLA മാത്രം എന്തുകൊണ്ടാണ് അറിയിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഈ ബസ്സിന്റെ കാര്യത്തിൽ മറ്റെല്ലാ ബസ്സുകളും വരുമ്പോൾ എല്ലാ ജനപ്രതിനിധികളെ അറിയിക്കാറുണ്ട്. ഈ ബസ്സിന്റെ കാര്യത്തിൽ രാഹുലിനെ മാത്രം അറിയിക്കാനുള്ള ഒരു കാരണം എന്താണ്? എല്ലാ ബസ്സും സാറിന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ ആഴ്ച അറിയിച്ചിട്ടുണ്ട്. കൗൺസിലറായ എല്ലാ ചെയർപേഴ്സണാ MP അവരൊന്നും അറിയിച്ചിട്ടില്ല. അത് പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്.